ഹായ് വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ നമ്മളിപ്പോൾ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിക്കറിംഗ് ഡെസിമൽ. അപ്പോൾ റിക്കറിംഗ് ഡെസിമൽ എന്താണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ എന്താണ് റിക്കറിംഗ് ഡെസിമൽ? റിക്കറിംഗ് ഡെസിമലിന് നമ്മൾ പറയും എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഓക്കെ, റിപ്പീറ്റിംഗ് ഡെസിമലിനെയാണ് എന്താ റിക്കറിംഗ് നമ്പർ എന്ന് പറയാം. ക്ലിയർ? അതായത് ഒരു എക്സാമ്പിൾ നോക്കിയാൽ 0.6666 ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകും. ഇവിടെ എന്താണ് 6 എന്ന നമ്പർ റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയും റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0.6 ആണ് റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകുന്നത്. 6 റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ബാർ ഇടും. 0.6 ബാർ. ബാറിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണ്? ബാർ മീൻ ചെയ്യുന്നത് ബാർ 6 എന്ന നമ്പർ റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകുന്നു. അതിനെയാണ് നമ്മൾ റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റിക്കറിംഗ് ഡെസിമൽ തന്നാൽ അതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ ഫ്രാക്ഷനിൽ എന്താണ്? ഫ്രാക്ഷൻ നമ്മൾ അറിയാമല്ലോ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് റാഷണൽ നമ്പർ അല്ലേ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് റിക്കറിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു റാഷണൽ നമ്പറാണ്. അതായത് P/Q ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന നമ്പറിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഈ റാഷണൽ നമ്പർ, ഈ റിക്കറിംഗ് നമ്പറിനെ നമുക്ക് റാഷണൽ നമ്പറായിട്ട് അതായത് ഫ്രാക്ഷനായിട്ട് മാറ്റാം. അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? 0.6 ബാർ. 0.6 ബാർ ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നു. ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഏതാണ്? ഇവിടെ 6 ആണ്. ആ 6 അതുപോലെ എഴുതാം. ക്ലിയർ? പോയിൻ്റ് കഴിഞ്ഞിട്ട് 6ൻ്റെ മേലെയാണ് ബാർ ഉള്ളത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഫുൾ വാല്യൂ നമ്മൾ അതുപോലെ എഴുതാം. എന്നിട്ട് ഡിവൈഡ് ബൈ ഏത് നമ്പറിന് മേലെയാണ് ബാർ ഉള്ളത്, അല്ലെങ്കിൽ എത്ര നമ്പറിന് മേലാണ് ബാർ ഉള്ളത്? ഒരു നമ്പറിന് മേലെയാണ് ബാർ ഉള്ളത്. സോ 6ന് മേലെ മാത്രമാണ് ബാർ ഉള്ളത്. സോ ഒരു നമ്പറിന് മേലെ ബാർ ആയതുകൊണ്ട് നമ്മളൊരു 9 ഇട്ടു. സോ ഇത് മീൻ ചെയ്യുന്ന എന്താണ്? 6/9 ഈക്വൽ ടു എന്താണ്? 2/3. ക്ലിയർ? അപ്പോൾ 0.6 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 ആണ്. അതായത് നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിൻ്റ് ഇടും. ഇവിടെ 20 ആവും. അങ്ങനെ ആകുമ്പോൾ 6 കിട്ടും. സോ 18. ഇവിടെ 2 വന്നു. വീണ്ടും 2 കൊണ്ട് പോയില്ല. അപ്പോൾ 0 ആയി, 6 ആയി. അപ്പോൾ നോക്കിയേ, ഇങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക 0.6666. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 0.515151. അതായത് ഇവിടെ റിപ്പീറ്റ് ആവുന്നത് എന്താണ്? 51. പോയിൻ്റ് കഴിഞ്ഞിട്ട് 51 എന്ന വാല്യൂസാണ് റിപ്പീറ്റ് ആവുന്നത്. സോ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 0.51 ബാർ. ക്ലിയർ? 0.51 ബാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പോയിൻ്റ് കഴിഞ്ഞിട്ട് ഉള്ള വാല്യൂ അതുപോലെ എഴുതാം. ഇവിടെ 51. ക്ലിയർ? ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെയാണ് ബാർ ഉള്ളത്? 2 നമ്പറിന് മേലെ ബാറുണ്ട്. സോ 2 9 ഇടാം. നേരത്തെ 6ന് മേലെ മാത്രമായിരുന്നു ബാറ്. അപ്പോൾ ഒരു 9 ഇട്ടു ഡിനോമിനേറ്ററിൽ. ഇവിടെ 2 നമ്പറിന് മേലെ ബാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? 2 ബാർ ഇടുക. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷൻ. 0.51 ബാർ എന്നതിനുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 51/99 ആണ്. ക്ലിയർ? അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എത്ര വെച്ച് ചെയ്യാം? നമ്മൾ 3 വെച്ച് കട്ട് ചെയ്യുന്നു. സോ 33 കിട്ടും. 51നെയോ 17 കിട്ടും. സോ ഈക്വൽ ടു 17 ഡിവൈഡ് ബൈ 33 ആണ് നമുക്ക് 0.51 ബാർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അടുത്തൊരു നമ്പർ നോക്കിയാൽ 0.123 അങ്ങനെ റിപ്പീറ്റ് ആവുന്നു. ഇത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് 0.123 ബാർ. അതായത് 3 നമ്പറിന് മേലെ ബാറുണ്ട്. ക്ലിയർ? 3 നമ്പറിന് മേലെ ബാർ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അതുപോലെ എഴുതുക. എന്താണ്? 123 ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെയാണ് ബാറുള്ളത്? 3 നമ്പറിന് മേലെയാണ് ബാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 പ്രാവശ്യം 9 ഇടുക. 999.
ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ എന്താ 6 ബാർ അല്ലെങ്കിൽ 1 2 3 ബാർ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അതുപോലെ എഴുതുക, ഡിവൈഡഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാർ ഉണ്ടെന്ന് താഴെ എഴുതുക, ഡിനോമിനേറ്ററിൽ എഴുതാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷൻ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ടൈപ്പ്. അടുത്ത ടൈപ്പ് നോക്കിയാൽ ടൈപ്പ് 2. അടുത്ത നമ്മുടെ ടൈപ്പ് 2. ഇവിടെ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ്, 0.4333 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നത് എന്താണ്? 3 ആണ് റിപ്പീറ്റ് ആവുന്നത്. ക്ലിയർ? 0.43 ബാർ. ഇവിടെ ബാർ എന്ന് പറയുന്നത് ഒരു വാല്യൂവിന് മേലെ മാത്രമാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ആണുള്ളത് അത് അതുപോലെ എഴുതാം. 43 എന്ന് എഴുതാം. ഇനി നമ്മളിപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു നമ്പറിന് മേലെ മാത്രമാണ് ബാർ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട് അത് അതുപോലെ എഴുതി. ഇനി ബാർ ഇല്ലാത്ത ടേമിൽ നിന്ന് ഇവിടെ മൈനസ് ചെയ്യാം. 4ന് മേലെ മാത്രം ബാർ ഇല്ല, അപ്പോൾ ആ ബാർ ഇല്ലാത്ത ടേമിൽ നിന്ന് മൈനസ് ചെയ്യാം. 43 ആണ് ടോട്ടൽ നമ്പർ, അതിൽ നിന്ന് ബാർ ഇല്ലാത്ത ടേം മാത്രം മൈനസ് ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാർ ഉണ്ട്? ഒരു നമ്പറിന് മേലെയാണ് ബാർ ഉള്ളത്. സോ ഒരു 9 ഇട്ടു. ഒരു നമ്പറിന് മേലെ ബാർ ഇല്ല, സോ നമ്മൾ എന്ത് ചെയ്യും? 0 ഇട്ടു. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 39 ഡിവൈഡ് ബൈ 90. സിംപ്ലിഫൈ ചെയ്താൽ 13 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 0.43211111. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റിപ്പീറ്റ് ആവുന്നത്? 0.4321 ബാർ. അതായത് 1 മാത്രമാണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്. സോ ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അത്രയും വാല്യൂസ് നമ്മൾ അതുപോലെ എഴുതാം. 4 3 2 1. ഇനി നമ്മൾ ബാർ ഇല്ലാത്ത ടേം ഇതൊന്ന് മൈനസ് ചെയ്യാം. ബാർ ഇല്ലാത്ത ടേം എത്രയാണ്? 432. അതായത് ടേം എന്ന് മീൻസ് 432 എത്രയാണ്? അത് ഫുള്ള് നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാർ ഉണ്ട്? ഒരു നമ്പറിന് മേലെ ബാർ, സോ ഒരു 9 ഇട്ടു. 3 നമ്പറിന് മേലെ ബാറില്ല, സോ 3 സീറോസ്. ക്ലിയർ? ഇത്രയാണ് കിട്ടുക. ഇനി ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 8 8 എത്രയാണ്? 3 ഡിവൈഡ് ബൈ 9000. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യാം, ഒരു നമ്പറിന് മേലെ ബാർ വന്നാൽ. ക്ലിയർ? ഇനി അടുത്തത് ഇപ്പോൾ നമുക്ക് ടൈപ്പ് 2 ആണ് കണ്ടത്. അടുത്തൊരു ടൈപ്പ് നോക്കാം, ടൈപ്പ് 3. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 2.136666 ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ എന്താണ്? ടൈപ്പ് 3 ആണ് നമ്മൾ നോക്കുന്നത്. ടൈപ്പ് 3 2.1363636 അങ്ങനെ 36 ആണ് ഇവിടെ റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 2.136 ബാറിന് എഴുതാം. ഇവിടെ 3യും 6ൻ്റെയും മേലെയാണ് ബാർ വരുന്നത്. ക്ലിയർ? അത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? നേരത്തേക്ക് നമുക്ക് എന്താ പോയിന്റ് 0 സംതിങ്, ഇവിടെ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 2 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റ് സംതിങ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ 2 പ്ലസ് ബാക്കി എന്താ നമ്മൾ നേരത്തെ എഴുതിയ പോലെ 0.136 ബാർ എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 + 2 എന്നത് അതുപോലെ വെക്കുക. ബാക്കി പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് നമ്മൾ എഴുതുക. 136 മൈനസ് ബാർ ഇല്ലാത്ത ടേം ഏതാ? 1 മാത്രം. ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാർ ഉണ്ട്? 2 നമ്പറിന് മേലെ ബാർ, സോ 99. ഒരു നമ്പറിന് മേലെ ബാറില്ല, സോ 0. ക്ലിയർ? ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടും? 2 + 135 ഡിവൈഡ് ബൈ 990 ഇതാണ് കിട്ടുക. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാലോ. ആദ്യം നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 110 ഇവിടെ കിട്ടും. ഇത് 9 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം 9 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം. എന്താണ് 135 എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? അതായത് ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 9 കിട്ടിയാൽ, ഇത് നോക്കിയേ, സം എന്ന് പറയുന്നത് 9 അല്ലേ? 9 കിട്ടിയാൽ ആ നമ്പറിനെ നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ ന്യൂമറേറ്റർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടും 1 5. ഇനി വീണ്ടും നമുക്ക് 5 വെച്ച് ചെയ്യാമല്ലോ. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 22 3.
അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 + 3/22. ഇതാണ് നമ്മുടെ ആൻസറായി കിട്ടുക. ഇതാണ് നമ്മുടെ ടൈപ്പ് 3. ക്ലിയർ? ഇപ്പോൾ ഈ 3 തരത്തിലുള്ള റിക്കറിങ് നമ്പർ ആണുള്ളത്, അത് പഠിച്ചു വെക്കാം. ക്ലിയർ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 22. അപ്പോൾ എന്ത് കിട്ടും? 44. അതായത് ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 22 എന്നിട്ട് ഇതും പ്ലസ് ചെയ്യുക. 3 എന്ന് എഴുതാം. /22. സോ 44 + 3. 44 + 3 47/22. ഇങ്ങനെയാണ് ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇത്രയും വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യണം. ഇതെങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം നമ്മൾ 3നെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. നമുക്ക് 0.333 ഇങ്ങനെ വന്നാൽ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേമിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്താണ്? 3 ആണ്. ഡിവൈഡ് ബൈ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ്? 3ൻ്റെ മേലെ ബാറുണ്ട്. ബാറില്ലാത്ത ടേം ഇല്ല. ബാറില്ലാത്ത ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 0 ഇടണ്ട. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബാറിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ടേം ആദ്യം എഴുതും, ഫുൾ ടേം ആദ്യം എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് ബാറില്ലാത്ത ടേം. ഇവിടെ ബാറില്ലാത്ത ടേം ഒന്നുമില്ല, 0 ആണ്. ക്ലിയർ? അതുകൊണ്ട് 3 മാത്രം കിട്ടും. ഡിവൈഡ് ബൈ ബാറുള്ള ടേമിൻ്റെ എത്ര ടേം ഉണ്ട്? ഒരു ടേമാണ്. സോ 9 മാത്രം ഇടാം. ഇതാണ് ഫസ്റ്റ് ടേമിനെ കൺവേർട്ട് ചെയ്യാം. പ്ലസ് സെക്കൻഡ് ടേമിനെ കൺവേർട്ട് ചെയ്യുമ്പോഴോ സെയിം പ്രോസസ്സാണ്. എന്താ? 4 ഇടുക, ഡിവൈഡ് ബൈ 9. തേർഡ് ടേം ആണെങ്കിലോ 5 ഡിവൈഡ് ബൈ 9. ഫോർത്തോ 6 ഡിവൈഡ് ബൈ 9. ക്ലിയർ? ഇതിനൊന്നുമില്ല, ഇത് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ അറിയാമോ? എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? അതായത് ഇതുപോലുള്ളൊരു ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്, 9 ആണ്. അങ്ങനെ വന്നാൽ ഡിനോമിനേറ്റർ നമ്മൾ 9 ആണെന്ന് എടുക്കും. ന്യൂമറേറ്റർ ഒക്കെ ആഡ് ചെയ്യാം, ഡയറക്റ്റായി ആഡ് ചെയ്യാം. 4 + 3 7, 7 + 3 എന്താ 12, 12 + 6 18. സോ 18 ആണെന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തത് ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തത്. സോ 18/9 എന്ത് കിട്ടും? 2 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേമിനെ 0.2 ബാർ. അപ്പോൾ 2 ബാർ വന്നതുകൊണ്ട് 2/9 കിട്ടും. പ്ലസ് 3/9 കിട്ടും. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ടേമിന് മേലെ ബാറുണ്ട്? അതായത് ആദ്യം എത്ര ടേം ഉണ്ട് നോക്കുക, 32. അത് അതുപോലെ എഴുതുക. ഡിവൈഡ് ബൈ ബാറില്ലാത്ത ടേം ഇല്ല, അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 99 ഇങ്ങനെ ഇടുക. ഇനി ഇതെങ്ങനെ നമ്മൾ ആഡ് ചെയ്യും? ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതും ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ 9 വരും, ന്യൂമറേറ്ററിൽ 2 + 3 5 ആണെന്ന് വരും. പ്ലസ് എന്ത് ചെയ്യുക? 32 ഡിവൈഡ് ബൈ 99. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഡിനോമിനേറ്റർ ആക്കാൻ നോക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിലും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 5 × 11 55 ഡിവൈഡ് ബൈ 99 പ്ലസ് 32 ഡിവൈഡ് ബൈ 99. ഇപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയി. അങ്ങനെ വരുമ്പോൾ എന്താ? ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ ഡയറക്റ്റായി ആഡ് ചെയ്യാം. 55 + 32 87 ആണെന്ന് കിട്ടും. ക്ലിയർ? 87 ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ ഓപ്ഷനിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ റിക്കറിങ് നമ്പറാണ് തന്നിട്ടുള്ളത്. ഫ്രാക്ഷനല്ല തന്നിട്ടുള്ളത്, റിക്കറിങ് നമ്പറാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്കറിയാം എന്താണ്? ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 2 ടേം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ടേമിനും മേലെ ബാർ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ? അതായത് 0.3232 ബാർ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ടേം ഫുൾ ഇവിടെ എഴുതും, 32 എന്ന് എഴുതി. ഡിവൈഡ് ബൈ 2 ടേമിനും മേലെ ബാർ ഉണ്ടായതുകൊണ്ട് 99 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മളിതാ 32/99 എന്ന് തന്നാൽ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ അറിയില്ലേ? എന്ത് ചെയ്യാം? അതായത് 2 നമ്പറിന് മേലെ ബാർ ഉള്ളത് നമുക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാവും? ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയാൽ മനസ്സിലാവും. ഫുൾ വാല്യൂ എന്താണെന്ന് അറിയാൻ ന്യൂമറേറ്റർ നോക്കിയാലും മതി. സോ 32 അതായത് 0.32 ബാർ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാലോ നമുക്ക് എന്തറിയാം? ഇവിടെ 0.87 ബാർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാൽ എന്ത് കിട്ടും? ഇവിടെ 63 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 63 ഡിവൈഡഡ് ബൈ 99 കിട്ടും, പ്ലസ് 37 ഡിവൈഡ് ബൈ 99 കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 99. അപ്പോൾ ഇതെങ്ങനെ എന്താണ് കിട്ടുക? 100 ഡിവൈഡ് ബൈ 99. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതായത് 100 ഡിവൈഡ് ബൈ 99 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/99 ആണ്. അപ്പോൾ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്തതെന്ന് നോക്കിയാൽ ഞാൻ ഈ 100നെ 99 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 1 എന്തായാലും കിട്ടും. അപ്പോൾ ഇവിടെ 99 ചെയ്തു, റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ അതിന് ഞാൻ അതുപോലെ എഴുതി, പ്ലസ് റിമൈൻഡർ ബൈ 99 ഇടാം. ഇങ്ങനെയാണ് ഞാൻ ഇതുപോലെ മാറ്റി എഴുതുക. ഓക്കെ, ഇതുപോലെ മാറ്റി എഴുതി. അപ്പോൾ ഇതുപോലെ മാറ്റി എഴുതിയാൽ ഇപ്പോൾ 1/99 എന്ന് വന്നാൽ 1/99 എന്ന് വന്നാൽ ഇതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ മാറ്റി എഴുതാം. അതായത് റിക്കറിംഗ് നമ്പറിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. 1/99 എന്ന് വന്നാൽ, അതായത് ഡിനോമിനേറ്ററിൽ 99 വന്നാൽ നമുക്ക് മനസ്സിലാവും പോയിന്റ് കഴിഞ്ഞിട്ട് 2 ടേമിന് മേലെ ബാർ ഉണ്ട്. ആകെ 2 ടേമേ ഉള്ളൂ, ആ 2 ടേമിന് മേലെയും ബാർ ഉണ്ട്. പക്ഷെ നമ്മൾ ന്യൂമറേറ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്ററിൽ 01 എന്നുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക 0.01 ബാർ എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിൽ 99 ആണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ന്യൂമറേറ്ററിൽ എന്തായിരിക്കണം? 2 നമ്പർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് 2 നമ്പറിന് മേലെ ബാർ ഇടാൻ പറ്റൂ. ഇവിടെ നോക്കിയാൽ 1 മാത്രമാണ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു? 01 എന്ന് എഴുതി, അതിന് ബാർ ഇട്ടു. അപ്പോൾ 0.01 ബാർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എന്തുണ്ട്? 1 ഉണ്ട്. 1 പ്ലസ് 0.01 ബാർ, അതായത് 1 പ്ലസ് 0, അതായത് എന്ത് കിട്ടും? ഈക്വൽ ടു എന്താ? 1.01 ബാർ എന്ന് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഇവിടെ മൈനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? 3 നമ്മൾ മാറ്റി വെച്ചു. 3 പ്ലസ് 87 ബാർ മൈനസ് 2 പ്ലസ് എന്താണ്? 59 ബാർ, അതായത് 0 ആണ്, 0.59 ബാർ. ഇങ്ങനെയാണ് വരിക, ഇവിടെ ബ്രാക്കറ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യുക? 3 പ്ലസ് 0.87 ബാർ. 0.87 ബാർ എന്ന് വന്നാൽ എന്താ? 87 ഡിവൈഡഡ് ബൈ 99 ഇടുക. പിന്നെ മൈനസ് അതുപോലെ ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 അതുപോലെ ഇടുക, 0.59 ബാർ. 59 ബാർ ആണുള്ളത്. സോ 59 ഡിവൈഡ് ബൈ 99 എന്ന് ഇടുക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ബ്രാക്കറ്റിൽ വെളിയിൽ നമുക്ക് എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെയുള്ള ടേം ഇതുപോലെ എഴുതുക. ഇനി ഈ മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? -2, ഇവിടെ മൈനസ് 59 ഡിവൈഡ് ബൈ 99. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഈ നമ്പേഴ്സ്, ഈ ഇൻഡിജേഴ്സിനെ നമ്മൾ ഒരുമിച്ചെടുക്കുക. സോ എന്താ ഇവിടെ കിട്ടും? 3 - 2 പ്ലസ് 87 ബൈ 99 മൈനസ് 59 ഡിവൈഡ് ബൈ 99. അപ്പോൾ ഇതിന് ആൻസർ എന്ത് കിട്ടും? നമുക്ക് 3 - 2 എന്ത് കിട്ടും? 1 ആണെന്ന് കിട്ടും. 1 പ്ലസ് ബാക്കി 87 മൈനസ് 59. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ 99 ആണെന്ന് എടുക്കുക. പിന്നെന്താ? 87 എന്ന് 59 മൈനസ് ചെയ്താൽ 28 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? 1 പ്ലസ് 28 ബൈ 99. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്കറിയാം എന്താണ്? ഡിനോമിനേറ്ററിൽ 99 വന്നു. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 പ്ലസ് 0.28 ബാർ ആണെന്ന് കിട്ടും. ഇതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണ്? 1.28 ബാർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇത്രയും ടേം ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിളാണ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ടേം ഉണ്ട് ആ ടേം അതുപോലെ എഴുതുക. 3467. പിന്നെന്ത് ചെയ്യുക? മൈനസ് ബാർ ഇല്ലാത്ത ടേം അതുപോലെ എഴുതുക. 34 ആണ് ബാർ ഇല്ലാത്തത്. ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാർ? 2 നമ്പറിന് മേലെ ബാർ. സോ 99. ബാർ ഇല്ലാത്ത ടേം 2 ടേം. സോ 00. ക്ലിയർ? മൈനസ് ഇവിടെ എന്താണ്? 1333 മൈനസ് ബാർ ഇല്ലാത്ത ടേം 13 ഡിവൈഡ് ബൈ
99, പിന്നെ 2 ടേമിന് മേലെ ബാറില്ല, സോ 2 0. ഇങ്ങനെയാണ് കിട്ടുക. സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകാൻ പറ്റുന്നത് എന്താണ്, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതായത് 3 4 മൈനസ് ചെയ്യുമ്പോൾ എന്താ 3 4 3 3. ക്ലിയർ? 3 4 3 3 കിട്ടും, ഡിവൈഡ് ബൈ 99 0 0. ഓക്കെ, മൈനസ് ഇവിടെ എന്ത് കിട്ടും, ഇത് മൈനസ് ചെയ്യുമ്പോൾ 1 3 2 0 ഡിവൈഡ് ബൈ 9 0 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെന്താ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഇത് പ്ലസ് ആണ്, സോ ഇത് നമ്മൾ പ്ലസ് ഇടാം, ഇത് പ്ലസ് ആണ് ശരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടും, ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 0 എന്താണ് 3 3 5 3 5 7 4. ഓക്കെ, 4 7 5 3 ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഡിനോമിനേറ്ററിൽ എന്താണ് സെയിം ആയതുകൊണ്ട് അതുപോലെ എഴുതുക. ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെന്താണ് ഇവിടെ കിട്ടുക, അതായത് ഫൈൻഡ് ദ വാല്യൂ. അപ്പോൾ ഇതിന് നിയർലി ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? നിയർലി ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, 0. ഏത് വാല്യൂവിന് അടുത്താണ് ഈ വാല്യൂ ഉള്ളത് അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, നിയർലി ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ എന്താ നമുക്ക് കിട്ടുക, ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം, ഇതിനെ 2 നമ്പറിന് മേലെ ബാർ ഉണ്ട്, 2 നമ്പറിന് മേലെ ബാറില്ല. അപ്പോൾ ഇത് നമുക്ക് കിട്ടുക 0.4753. ഇങ്ങനെയാണ് കിട്ടുക, 2 നമ്പറിന് മേലെ ബാറില്ല. ക്ലിയർ? ഇത്രയാണ് കിട്ടുക. അപ്പോൾ ഇത് ഏത് നമ്പറിന് അടുത്താണുള്ളത്, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ചോദിക്കുന്നത്. അത് ഇവിടെ എഴുതിയിട്ടില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ. ക്ലിയർ? ഇതാണ് അപ്രോക്സിമേറ്റ് വാല്യൂ. ക്ലിയർ? ക്വസ്റ്റ്യൻ നോക്കിയേ, അപ്രോക്സിമേറ്റ് അല്ല, നിങ്ങൾ നോക്കിയേ ക്വസ്റ്റ്യൻ കറക്റ്റാണ്. അതായത് ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും, നമുക്കിപ്പോൾ കിട്ടിയത് എത്രയാണ്, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു മിസ്റ്റേക്കാണ് അവിടെ, അതായത് 4753 ആണ് നമുക്ക് ന്യൂമറേറ്റർ ഉള്ളത്. 4753 ആണ് ന്യൂമറേറ്റർ ഉള്ളത്. നമുക്ക് കിട്ടിയത് 4753 ഡിവൈഡ് ബൈ 9900. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഇതില്ലല്ലോ, നമ്മൾ എങ്ങനെ ഓപ്ഷനിലുള്ള വാല്യൂ ഇതാണോ എന്ന് എങ്ങനെ അറിയും? അപ്പോൾ അതിനു വേണ്ടി നമ്മളിതാ ഇവിടെ നോക്കിയാൽ ഇതിൽ ഏത് ടേമിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും നോക്കാം. ഏത് ടേമിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ സി നോക്കിയാൽ, നമ്മൾ ഓരോ ടേമിനെ എടുത്ത് നോക്കണം. ഓപ്ഷൻ സി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് ഡിനോമിനേറ്ററിൽ 9900 എന്ന് വരണം. അങ്ങനെ വരുന്ന എന്താ, 2 0 വരുന്ന ഒരു ടേം മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് ഇതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും, നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യും, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസും എടുക്കുക. 4801 മൈനസ് പോയിന്റ് എന്താ ബാർ ഇല്ലാത്ത ടേം 48 ഡിവൈഡ് ബൈ 2 ടേമിന് മേലെ ബാർ ഉണ്ട്, സോ 99, 2 ടേമിന് മേലെ ഇല്ല 0 0. ഇതെന്താണ് കിട്ടുക, ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 4753 ഡിവൈഡ് ബൈ 9900. ക്ലിയർ? അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, അത് മനസ്സിലായോ? അതായത് നമുക്ക് ഡയറക്റ്റ്, നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്, നേരത്തെ ബാർ ഇല്ലാത്ത ടേം ഇല്ല, അപ്പോൾ നമുക്ക് ഡയറക്റ്റായി നമുക്ക് അത് തന്നെ കിട്ടും. ഇവിടെ നോക്കിയാൽ എന്താ, ബാർ ഉള്ള ടേം ഉണ്ട്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൈനസും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, മൈനസും കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്താ, ഇതാണ് കറക്റ്റ് ആൻസർ. അപ്രോക്സിമേറ്റ് വാല്യൂ അല്ല, എക്സാക്റ്റ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. ക്ലിയർ? ഇത് രണ്ടും നമുക്ക് കിട്ടിയല്ലോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇത് നമ്മൾ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിക്കറിംഗ് ഡെസിമൽ ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എന്താണ്, 1.2727. അപ്പോൾ ഇതിന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 1.27 ബാറിന് കൊടുക്കാം. അതായത് 27 ആണ് റിപ്പീറ്റ് ആവുന്നത്, അപ്പോൾ 27 ബാർ എന്ന് കൊടുക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1+27 ബാർന്ന് കൊടുക്കാം. ക്ലിയർ? അപ്പോൾ 1+27 ഡിവൈഡ് ബൈ 27 ഡിവൈഡ് ബൈ 99 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്താ 99 × 1 + 27 എന്ന് കിട്ടും, 126 എന്ന് കിട്ടും ഡിവൈഡ് ബൈ 99. ഓക്കെ,
അപ്പോൾ ഇതുപോലുള്ള ഫ്രാക്ഷനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഇൻറ്റു ഇവിടെയുള്ള നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 27 ചെയ്യാം. ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതും പ്ലസ് ചെയ്യുക, ന്യൂമറേറ്ററിൽ എഴുതാം 126 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതാം 99 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്കെന്താ 9 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ന്യൂമറേറ്റർ നോക്കുക, ഇത് മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ, ഡിജിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 9 കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. സോ ഇത് 9 കൊണ്ട് കട്ട് ചെയ്താൽ 11 കിട്ടും. ഇവിടെ 9 കൊണ്ട് കട്ട് ചെയ്താൽ 14/11 ആണ് കിട്ടുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിക്കറിംഗ് ഡെസിമലിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് സം ഓഫ് സീരീസ്. അതായത് ഒരു നമ്പറിൻ്റെ, അതായത് ഇപ്പോൾ എന്താ 1 മുതൽ ഇപ്പോൾ 4 വരെ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എങ്ങനെയാണ് നമ്മൾ എടുക്കാം? നമുക്കിങ്ങനെ എടുക്കാം, 1 + 2 + 3 അങ്ങനെ നാച്ചുറൽ നമ്പർ, n നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സം എന്താണ്? അത് നമുക്കറിയാം. അതിനുള്ള ഫോമുലയാണ് n × n + 1/2. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n × n + 1/2. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സാമ്പിൾ നോക്കിയാൽ 1 + 2 + 3 + 4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട് ഇവിടെ? 4 നമ്പറാണുള്ളത്. സോ 4. n + 1 4 + 1 എന്താണ്? 5 ആണ്. ഡിവൈഡ് ബൈ 2. സോ 20/2 10 ആണ് ആൻസർ കിട്ടുക. സോ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 + 2 3 + 3 6 + 4 10 ആണ് കിട്ടുക. സോ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഫോമുല എന്ന് പറയുന്നത് n × n + 1/2 ആണ്. ഇതാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് n × n + 1/2. ഇനി അതുപോലെ നമ്മൾ ഈവൻ നമ്പേഴ്സ്, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, അതായത് 2 + 4 + 6 അങ്ങനെ n ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ക്ലിയർ? n ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ എത്രയോ ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഈവൻ നമ്പേഴ്സ് എത്രയാണെന്ന് നമുക്കറിയില്ല, n ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ ഈവൻ നമ്പേഴ്സിൻ്റെ n ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്താണ്? അതാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ n × n + 1 എന്ന് ചെയ്താൽ മതി. n × n + 1, അതായത് ഇപ്പോൾ ഇവിടെ എന്താ 2 + 4 + 6 + 8. ആദ്യത്തെ 4 ഈവൻ നമ്പർ. ഞാൻ നേരത്തെ ഇവിടെ എന്താ n എന്നത് ലാസ്റ്റ് ടേമിനാണ് n ആയിട്ട് എടുത്തത്. കാരണം എന്താ 1 + 2 + 3 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് 3 നമ്പറാണുള്ളത്. അതായത് അപ്പോൾ n നമ്പർ ഉണ്ടായാൽ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? n ആണ്. പക്ഷേ ഇവിടെ 2 + 4 + അങ്ങനെ വന്നാൽ n നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ അല്ല n. ഇവിടെ നോക്കിയേ 4 നമ്പറാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 4 ആണ്. പക്ഷേ ലാസ്റ്റ് നമ്പർ എന്താണ്? 8 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ n ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്പർ. ഇപ്പോൾ ഇവിടെ എന്താ? ഇവിടെ x ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 ആണ്. n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 ആണ് ഇവിടുത്തെ n. ഈവൻ നമ്പറിൻ്റെ കേസാണ് ഇത് പറയുന്നത്. ഈവൻ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 ആണ് n. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 8/2 = 4 ആണ് ഇവിടുത്തെ n. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ n ഈവൻ നമ്പേഴ്സിൻ്റെ, അതായത് ഇവിടുത്തെ 4 ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്താണ്? സം എന്ന് പറയുന്നത് n × n + 1, അതായത് 4 × 4 + 1 5 = എന്താണ്? 20 ആണ് ഇവിടുത്തെ സം അല്ലേ? 2 + 4 എന്താ? 2 അതായത് 2 + 8 10 ആണ്, 4 + 6 10 ആണ്, 20 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് ഫൈൻഡ് ചെയ്യുക. ഇനി ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? 1 + 3 + 5 അങ്ങനെ പോവും, n വരെ x വരെ പോവും. ക്ലിയർ? അതായത് അത്രയും നമ്പേഴ്സ് n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n² ആണ്. ഓക്കെ, n² ആണ് നമ്മുടെ n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് എന്താണ്? 1 + 3 + 5 അങ്ങനെ എത്രയാ? 7. ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സിൻ്റെ സം എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ അറിയാം, n². ഇവിടെ എന്താണ്? 4 ഓഡ് നമ്പറാണ്. 4 ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടുത്തെ എത്രയാണ്? 4². ഇതാണ് ഇതിൻ്റെ സം = എത്രയാണ്? 16. സോ നോക്കിയേ, 10 + 5 + 1 16 ആണ് 4 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഓഡ് നമ്പർ. അപ്പോൾ ഇവിടുത്തെ n എങ്ങനെ ഫൈൻഡ് ചെയ്യാം?
ഇവിടുത്തെ n ഫൈൻഡ് ചെയ്യാൻ നമ്മൾ n ഈക്വൽ ടു എന്താ ലാസ്റ്റ് ടേം എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 4 ചെയ്യുക പ്ലസ് ഡിവൈഡ് ബൈ 2 ചെയ്യാം n പ്ലസ് 1/2 ചെയ്താൽ നമുക്ക് എത്ര എന്നിൻ്റെ നമ്പേഴ്സ് കിട്ടും. അതായത് ഇവിടെ നോക്കിയാൽ എത്രയാണ്, എത്ര ടേം ഉണ്ട്, ലാസ്റ്റ് ടേം എടുക്കുക 7 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. സോ എന്താ n എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് n കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇക്വേഷനാണ് ഇപ്പോൾ നോക്കിയത്. നമ്മൾ 3 ഇക്വേഷനാണ് നോക്കിയത്. എന്തൊക്കെയാണ്? ആദ്യം n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ n നാച്ചുറൽ നമ്പർ, അതായത് 1 പ്ലസ് 2 പ്ലസ് 3, അങ്ങനെ n നാച്ചുറൽ നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അതുപോലെ ഈവൻ നമ്പർ, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? ഈ 2 മാറ്റിക്കളയാം, ന്യൂമറേറ്റർ മാത്രം എടുക്കാം, n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇനി ഫസ്റ്റത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി പഠിക്കാനുള്ളത്, അപ്പോൾ ഈ ഫോർമുലാസ് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് ഫസ്റ്റത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ്, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനെ n സ്ക്വയർ വരെ ഇതിൻ്റെ സമ്മ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ നോക്കേണ്ടത്. n ഇൻറ്റു n പ്ലസ് 1 നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അത് തന്നെ. പക്ഷേ ഇതിൻ്റെ കൂടെ ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വെക്കണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ഒരു 3 നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്, അതായത് എന്താ 1 സ്ക്വയർ 1 പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് 3 സ്ക്വയർ 9. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്താണ്? ഇത് സമ്മ് നമുക്ക് ഇവിടെ കൂട്ടിയാൽ അറിയാം. എന്താണ് കിട്ടുക? 14 ആണെന്ന് അറിയാം. പക്ഷേ അത് നമുക്കെന്താ ഇവിടെ ഈ ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ 3 നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സം, അപ്പോൾ n എന്താണ്? n ഈക്വൽ ടു 3 ആണ്. സോ 3 ഇൻറ്റു 3 പ്ലസ് 1 4 ഇൻറ്റു 2 ഇൻറ്റു 3 6 പ്ലസ് 1 7 ഡിവൈഡ് ബൈ 6. സോ ഇവിടെ എന്ത് കിട്ടും? ഇതും ക്യാൻസൽ ചെയ്തു 2 കിട്ടും, ഇതും ക്യാൻസൽ ചെയ്തു 2 കിട്ടും, ദാറ്റ് ഈസ് 14 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെറിയ നമ്പർ 3 നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിവിടെ ഈ ഫോർമുല യൂസ് ചെയ്താൽ സിമ്പിളായി ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബിൻ്റെ സം എന്താണ്? അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് അങ്ങനെ n നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബ് എന്താണ്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെക്കാം. ക്ലിയർ? n നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബിൻ്റെ സം. ഇപ്പോൾ നമുക്ക് എന്താ ആദ്യത്തെ ഒരു 3 നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബിൻ്റെ സം നോക്കാം. 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൂട്ടി നോക്കിയാൽ അറിയാം എത്രയാണ്? 36 ആണ് കിട്ടുക. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്താലോ, അതായത് ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിൻ്റെ എന്താ ക്യൂബിൻ്റെ സം എന്താണ് കിട്ടുക? n എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 ഇൻറ്റു n പ്ലസ് 1 4 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇതും കട്ടായി 2. സോ 6 സ്ക്വയർ ഈക്വൽ ടു 36 ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഫൈൻഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഫോർമുലാസ് ഇതൊക്കെയാണ്. സം ഓഫ് n നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ഇത് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സാണ്, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സാണ്, അല്ലാതെ ലാസ്റ്റ് ഈവൻ നമ്പേഴ്സ് അല്ല. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? മേലെയുള്ള ഈ 2നെ നമ്മൾ മാറ്റുന്നു, n ഇൻറ്റു n പ്ലസ് 1. ക്ലിയർ? ഇനി ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, അപ്പോൾ n സ്ക്വയർ എന്ന് ചെയ്യാം. അടുത്തത് സം ഓഫ് സ്ക്വയർ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുക? സ്ക്വയർ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6. നെക്സ്റ്റ് സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. അപ്പോൾ എന്താണ്? ഇതാണ് ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ക്യൂബിൻ്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയ ഇക്വേഷൻ ഇല്ലേ, ലാസ്റ്റത്തെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാം.
എങ്ങനെയാണ്? ഫസ്റ്റ് 1 to 10. 1 to 10 എത്ര നമ്പേഴ്സ് ഉണ്ട്? n എന്ന് പറയുന്നത് n ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 10 ആണ്. സോ 10 ഇൻറ്റു 10 പ്ലസ് 1 11 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. എന്താണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയി സ്ക്വയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയി സ്ക്വയർ ചെയ്താലോ? 100 ഇൻറ്റു 121 ഇങ്ങനെയും ചെയ്യാം. ഡിവൈഡ് ബൈ 2 എത്രയാണ്? 4. സോ ഈ 4 ഇതും കട്ട് ചെയ്യുന്നു. നമ്മൾ ഇതും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12ൽ 4 എന്ന് പറയുന്നത് 3 ആണ്. എഗെയിൻ 1. സോ 30.25 ആണെന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെയാണ് ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3, അതായത് 30.25നെ 100 കൊണ്ട് ചെയ്താൽ ആ പോയിന്റ് മാറും. സോ 3025 ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ? 3025 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ക്യൂബ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 5 to 14? അപ്പോൾ ഇവിടെ വന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താ? 5 to 14 ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇവിടെ പറഞ്ഞത് 5 ക്യൂബ് പ്ലസ് 6 ക്യൂബ് പ്ലസ് അങ്ങനെ 14 ക്യൂബ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫോമിൽ വെച്ച് നമുക്ക് എന്താ ചെയ്യും? 1 ക്യൂബ് മുതൽ 14 ക്യൂബ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം 1 ക്യൂബ് മുതൽ 14 ക്യൂബ് വരെയുള്ള സമ്മ് ഫൈൻഡ് ചെയ്യാം. അതിൽ നിന്ന് ആ സമ്മിൽ നിന്ന് നമ്മളെന്താ 1 ക്യൂബ് മുതൽ 4 ക്യൂബ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, അതും മൈനസ് ചെയ്യാം. ക്ലിയർ? അതായത് ഇവിടെ 1 ക്യൂബ് മുതൽ 4 ക്യൂബ് വരെയുള്ളത് മൈനസ് ചെയ്യാം. നമുക്ക് ഈ ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കാൻ നമുക്ക് ഫോമുല ഉണ്ട്. അതായത് 1 ക്യൂബ് മുതൽ 2 ക്യൂബ് അങ്ങനെ എന്താ 5 ക്യൂബ് 6 ക്യൂബ് അങ്ങനെ 14 ക്യൂബ് വരെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഉണ്ട്. അതായത് ഇത്രയും ടോട്ടലായി കണ്ടുപിടിക്കാനുള്ള ഫോമുല ഉണ്ട്. അതിൽ നിന്ന് 1 ക്യൂബ് മുതൽ 4 ക്യൂബ് വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള ടേം കിട്ടുമല്ലോ, ബാക്കിയുള്ള ടേം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 1 ക്യൂബ് മുതൽ 14 ക്യൂബ് വരെ എത്ര ടേമാണുള്ളത്? 14. ഇവിടുത്തെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ് ക്യൂബിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോമുല. സോ 1 മുതൽ 14 വരെ അതിൻ്റെ ക്യൂബ് സമ്മ് എങ്ങനെ ചെയ്യും? n എന്ന് പറഞ്ഞാൽ 14 ആണ്, n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 15 ആണ്, ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 1 to 4 വരെയുള്ള അതിൻ്റെ ക്യൂബിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്താ? 4 ടേമാണുള്ളത്. 4 ഇൻറ്റു 4 പ്ലസ് 1 5 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് ചെയ്യുക. സോ ഇത് ചെയ്താൽ എന്ത് കിട്ടും? 105, അതായത് ഇതും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 7 കിട്ടും. സോ 105 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇവിടെ നമ്മളെന്താ 105ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 ലാസ്റ്റ് വരുന്ന ടേം ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം 5 ഉള്ള ടേം 5ൻ്റെ സ്ക്വയർ 25 എന്ന് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ടേം ഇവിടെ 10 അല്ല വന്നേ, 10 വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? 10 ഇൻറ്റു നെക്സ്റ്റ് അടുത്ത ടേം 10 ഇൻറ്റു 11 അപ്പോൾ എന്ത് കിട്ടും? 110 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ എന്താണ്? 110 25 ഇതാണ് ഇവിടുത്തെ സ്ക്വയർ. പിന്നെ 100ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ അറിയാലോ 100. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 52901. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ലാസ്റ്റ് 5 വന്നാൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. വേറെ നമ്പർ നോക്കാം. ഇപ്പോൾ 15ൻ്റെ സ്ക്വയർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം 5ൻ്റെ സ്ക്വയർ അതായത് 25 ഇവിടെ എഴുതി. പിന്നെന്താ ബാക്കിയുള്ള ടേം 1 ആണ്. 1 ഇൻറ്റു നെക്സ്റ്റ് ടേം 2, അപ്പോൾ 2. ക്ലിയർ? അങ്ങനെ 5 ലാസ്റ്റ് വരുന്ന ഏത് നമ്പറിൻ്റെ സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 25ൻ്റെ സ്ക്വയർ നമുക്ക് സാധാരണ അറിയാം എത്രയാണ്? 625 ആണ്. നമ്മൾ ഈ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റ് 5ൻ്റെ സ്ക്വയർ അതായത് എത്രയാണ്? 5ൻ്റെ സ്ക്വയർ 25 എന്ന് എടുത്തു. ബാക്കിയുള്ള ടേം എന്താണ്? 2 മാത്രമാണുള്ളത്. അപ്പോൾ 2 നെക്സ്റ്റ് ടേം 3. സോ 2 ഇൻറ്റു 3 6. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 5 ലാസ്റ്റ് വന്നാൽ സ്ക്വയർ കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 10. 1 to 10 ഉള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സം 1 പ്ലസ് അതായത് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് അങ്ങനെ 10 സ്ക്വയർ വരെ ഉള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിളാണ്. നമ്മുടെ ഓപ്ഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു
n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് 1 മുതൽ 10 വരെ. സോ ടോട്ടൽ 10 നമ്പേഴ്സാണുള്ളത്. ഇൻറ്റു 10+1 ഇവിടെ നോക്കിയേ ഇൻറ്റു 2 ഇൻറ്റു 10 20+1 ഡിവൈഡ് ബൈ 6. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? 10 ഇൻറ്റു 10+1 11 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 6. ഓക്കെ. അപ്പോൾ ഇതെന്താ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ ഒരു നമ്പറിനെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പർ എടുക്കുക. ആ നമ്പർ അതുപോലെ എഴുതുക 2. പിന്നെ എന്ത് ചെയ്യാം? അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും ആഡ് ചെയ്യാം. 3 കിട്ടും. ക്ലിയർ? പിന്നെ എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് നമ്പർ അതുപോലെ എഴുതുക. അതായത് 21നെയാണ് നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ 21ൻ്റെ 1 അതുപോലെ എഴുതുക. പിന്നെ ഈ ബാക്കിയുള്ള 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. 1 + 2 3 ആണെന്ന് കിട്ടും. പിന്നെ ലാസ്റ്റത്തെ നമ്പർ അതുപോലെ എഴുതുക. അപ്പോൾ 11 ഇൻറ്റു 21 എന്ന് ചെയ്താൽ എന്താ 231 ആണ് കിട്ടുക. സോ 10 ഇൻറ്റു 231 ഡിവൈഡ് ബൈ 6. ഇതെന്ത് കിട്ടും? നമുക്ക് 231 പിന്നെന്താ 10ൻ്റെ ഒരു 0 കൂടി ഇടുമ്പോൾ ബൈ 6 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഇത് കട്ട് ചെയ്യാമല്ലോ. എത്ര കിട്ടും? 3 കിട്ടും. റിമൈൻഡർ എത്രയാണ്? 6. റിമൈൻഡർ എത്രയാണ്? 5. 51ൽ 8 പിന്നെ 5 30. ഓക്കെ. 385 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഫ് PQ ഈസ് എ 2 ഡിജിറ്റ് നമ്പർ, അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ നോക്കിയാൽ 12 എന്ന നമ്പർ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12നെ നമുക്ക് 1 ഇൻറ്റു 10 എന്ന് എഴുതാം, +2 എന്ന് എഴുതാം. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. 1 ഇൻറ്റു 10 +2 എന്ന് എഴുതാം. നമ്മൾ ആദ്യം ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂ ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് 1 ഇൻറ്റു 2 എന്ന് എഴുതാം, 1 ഇൻറ്റു 10 എന്ന് എഴുതാം, +2 എന്ന് എഴുതാം. അതായത് എന്താ 10 + 2 എന്ന് എഴുതാം. അതുപോലെ ഇപ്പോൾ എന്താ നമുക്ക് 23 ആണെങ്കിൽ നമുക്ക് എന്താ 2 ഇൻറ്റു 10 +2 എന്ന് എഴുതാം. അതായത് 20 + 3 എന്ന് എഴുതാം. 2 ഇൻറ്റു 10 + 3 20 + 3 എന്ന് എഴുതാം. ക്ലിയർ? ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു PQ എന്ന നമ്പർ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ PQ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? PQ എന്നതിനെ 10P എന്ന് എഴുതാം, +Q എന്ന് എഴുതാം. ക്ലിയർ? ഈ നമ്പറിന് നമ്മൾ അതിൻ്റെ എന്താണ് QP ഇനം I മൈനസ് ചെയ്യുന്നു. അതായത് ഇതിനെ നേരെ തിരിച്ചിട്ടു. അതായത് ഇപ്പോൾ 12 ആണെങ്കിൽ 21 ആയി തിരിച്ച് നമ്മളിട്ടു. അപ്പോൾ എന്താ നമ്മളിട്ടു? QP എന്ന് ഇട്ടു. അങ്ങനെ QP എന്ന് വന്നാൽ എന്ത് ചെയ്യും? QP എന്ന് വന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 10Q + P എന്ന് മാറ്റി എഴുതാം. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, അതായത് എന്താ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്താ PQ - QP. അങ്ങനെ ചെയ്യുമ്പോൾ ഡയറക്റ്റായി മൈനസ് ചെയ്യാം. 10P നിന്ന് P മൈനസ് പോയാൽ 9P ആണ് കിട്ടുക. പിന്നെന്താ Q നിന്ന് 10Q പോയാൽ -9Q ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. ഇതിന്ന് 9 കോമൺ ആയി എടുത്താലോ? 9 കോമൺ ആയി എടുക്കുന്നു, P - Q എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ നമ്പറിന് ഇവിടെ ഈ നമ്പറിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 9 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ ഈ 9ഉം കട്ട് ചെയ്യുന്നു. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അല്ലേ? നമുക്കിപ്പോൾ ആൻസർ ഇങ്ങനെ ഒരു നമ്പറും അതിൻ്റെ തിരിച്ചിട്ടാലുള്ള നമ്പറും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 9 ഇൻറ്റു P - Q ആണ് കിട്ടുക. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് 9 വെച്ച് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത് 9ൽ ഡിവിസിബിൾ ആണ്. ക്ലിയർ? അത് മനസ്സിലാക്കി വെക്കാം. ഇനി അതല്ല, നമ്മളിത് ആഡ് ചെയ്യുന്ന എന്താ മൈനസ് ചെയ്യുന്നതിന് പകരം, സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ അതായത് PQ QP ഇത് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും? അതായത് PQ നമുക്ക് എന്താണെന്ന് അറിയാം, 10P + Q ആണെന്നറിയാം. QP എന്താണെന്നറിയാം, 10Q + P ആണെന്നറിയാം. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതായത് PQ + QP ആണെന്ന് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എന്താ ഇതും 10P + P 11P + Q + 10Q 11Q. ക്ലിയർ? ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 11 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. 11 കോമൺ ആയി പുറത്തെടുത്താൽ P + Q എടുക്കാമല്ലോ. അപ്പോൾ 11 ഇൻറ്റു P + Q. അപ്പോൾ ഇത് നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക.
നേരത്തെ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ 9 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 9 ആണ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സം ഓഫ് 2 ഡിജിറ്റ് നമ്പർ ആൻഡ് നമ്പർ ഫോംഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് ഡിജിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സാധനമാണ്. അതായത് എന്താണ്, പി ക്യൂ ഉണ്ട് പ്ലസ് അതിൻ്റെ ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ക്യൂ പി എന്ന് കൊടുക്കുന്നു. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് നമ്മൾ ചെയ്താൽ നമ്മൾ 2 നമ്പറും ആഡ് ചെയ്താൽ നമുക്ക് 99 ആണ് കിട്ടുക. ഫോംഡ് ബൈ ഇൻ്റർചേഞ്ചിങ്, അതായത് ഇതിൻ്റെ സം എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ പറഞ്ഞു പി ക്യൂ പ്ലസ് ക്യൂ പി എന്നത് എന്താണ്? 11 എന്താണ്? പി പ്ലസ് ക്യൂ ആണ്. 11 പി പ്ലസ് ക്യൂ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? 99 ആണ്. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 99/11 എന്ത് കിട്ടും? അതായത് 99/11 ഈക്വൽ ടു എന്ത് കിട്ടും? 9 ആണെന്ന് കിട്ടും. അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 9 ആണെന്ന് കിട്ടും. ഫൈൻഡ് ദ നമ്പേഴ്സ് ഇഫ് ഡിഫറൻസ് ഓഫ് ദ ഡിജിറ്റ്, അതായത് ഡിജിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 9 ആണെന്ന് കിട്ടി. ഈ 2 കാര്യങ്ങൾ കിട്ടിയാൽ നമ്മൾ ഇതിന്ന് നമ്മൾ ഓരോ ഡിജിറ്റും ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ നമ്മൾ പി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ 2p = 12 ആണെന്ന് കിട്ടും, p = 6 ആണെന്ന് കിട്ടും. അപ്പോൾ p എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടി. ഇനി q കണ്ടുപിടിക്കണമെങ്കിലോ ഈ 6ൻ്റെ വാല്യൂ ഇതിലിട്ട് കൊടുത്താൽ മതി. അതായത് p എന്ന് പറയുന്നത് 6 ആണ്. 6 + q = 9 ആണ്. അങ്ങനെയാണെങ്കിൽ q = 9 - 6 3 ആണ്. സോ ഈ 2 വാല്യൂയും കിട്ടി. അപ്പം നമ്മുടെ വാല്യൂ എന്താണ്? പി ക്യൂ ആണ് നമ്മുടെ വാല്യൂ. പി എന്ന് പറയുന്നത് 9 ആണ്, പി എന്ന് പറയുന്നത് 6 ആണ്, ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ 63 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 11. അതായത് 2 നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11 ആണ്. ഇഫ് ദ ഡിജിറ്റ് ആർ ഇൻ്റർചേഞ്ച്, അപ്പോൾ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്തു, ദ നമ്പർ ഡിക്രീസ്ഡ് ബൈ 61. അതായത് ഇൻ്റർചേഞ്ച് ചെയ്താൽ അതായത് പി ക്യൂ, ഇവിടെ പറയുന്നത് പി ക്യൂ ഇൻ്റർചേഞ്ച് ചെയ്താൽ ക്യൂ പി കിട്ടി. അപ്പോൾ നമ്പർ എന്ത് ചെയ്തു? 63 ഡിക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ 63 ആണെന്നും പറയുന്നത്. ഒരു നമ്പർ പി ക്യൂ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ ക്യൂ പി, ഇത് തമ്മിലെ ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 63 ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, 63 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് കണ്ടുപിടിച്ചു. എന്താണ്? പി ക്യൂ മൈനസ് ക്യൂ പി എന്നത് എന്താണ്? 9 × പി മൈനസ് ക്യൂ ആണ്, ഈക്വൽ ടു എന്താ? 63. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 63/9 എന്ത് കിട്ടി? 7 ആണെന്ന് കിട്ടി. ക്ലിയർ? അതായത് പി മൈനസ് 3 അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ. നമ്മളിവിടെ എക്സ് മൈനസ് വൈ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുക. ഓക്കെ, നമുക്കിത് പി പ്ലസ് ക്യൂ തന്നെ കൊടുക്കാം, ഈക്വൽ ടു 11 ആണെന്ന് കിട്ടി. ഇവിടെ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാമല്ലോ. 2p എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. ആഡ് ചെയ്തു. ഈ 2 ഫോമിലെയും നമ്മൾ ആഡ് ചെയ്തു. 2p = 18 ആണ്. p = എന്ത് കിട്ടി? 18/2 9 ആണെന്ന് കിട്ടി. സോ p എന്ന് പറയുന്നത് 9 ആണ്. ഇനി ഈ pൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 9 - q = 7. സോ q = എന്ത് കിട്ടി? q = 2 ആണെന്ന് കിട്ടി. സോ ആൻസർ എന്താണ്? p എന്ന് പറയുന്നത് 9 ആണ്, q എന്ന് പറയുന്നത് 2 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 92 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മളെ 2024 CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 28 ടേംസ് ഇൻ ദ ഫോളോയിങ് സീക്വൻസ്? അപ്പോൾ ഈ സീക്വൻസിലെ 28 നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ് കാണാൻ പറ്റുന്നത്? അതായത് നമുക്കെന്താ 1 1 2. അപ്പോൾ ഇവിടെ എന്താണ് ഈ സീക്വൻസ് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം ഒരു 1 ഉണ്ട്, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 1, 2. അടുത്ത കാണാൻ പറ്റുന്നത് എന്താണ്? 1 3 2. നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് 1 4 3 2. നെക്സ്റ്റ് എന്താണ്? 1 5 4 3 2. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ വരേണ്ട 1, അതായത് ഈ 1 ഇങ്ങോട്ട് നോക്കിയാൽ എന്താ? 2 1 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, ഈ 1 ഇങ്ങോട്ട് വന്നാൽ എന്താണ്? 3 2 1 കിട്ടും. ഇവിടെ ഈ 1 ഇങ്ങോട്ട് വന്നാൽ എന്ത് കിട്ടും?
431 കിട്ടും. ഇത് ഇങ്ങോട്ട് വന്നാൽ എന്ത് കിട്ടും? 5 4 3 2 1. അങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. സോ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 28 ടേംസ്? 28 ടേംസിൻ്റെ സമ്മാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഇവിടെ ഒരു ടേമാണുള്ളത്, ഇവിടെ എന്തുണ്ട്? 2 ടേം ഉണ്ട്, ഇവിടെ 3 ടേമായി, ഇവിടെ 4 ടേമായി, ഇവിടെ 5 ടേമായി. നമുക്ക് എത്രയാണ് വേണ്ടത്? 28 ടേമാണ് വരേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇതുവരെ എത്ര ടേം ഉണ്ട്? ഇതുവരെ നമുക്ക് ടോട്ടൽ എത്ര ടേം ഉണ്ട്? എത്രയാണ്? 5 + 4 9, 9 + 1 10, 15 ടേംസ് ആയി. ഓക്കെ, അപ്പം നെക്സ്റ്റ് എത്രയാണ്? 6 ടേംസ് ആണ് വരിക. 15 + 6 21 ടേമായി. അപ്പോൾ അടുത്തത് എത്രയാണ്? ഇനി 7 ടേമാണ് വരുന്നത്. അപ്പോൾ അത്രയും ടേം വന്നാൽ 21 + 7 ടോട്ടൽ 28 ടേമായി. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ സമ്മാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഇതിൻ്റെ സമ്മ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, പിന്നെ ഇവിടെയാണോ 3 + 3 6 വരും. ഇവിടെ എന്ത് കിട്ടും? 3 അതായത് 6 ഇതിന് എക്സ്ട്രാ എന്താണ് വന്നിട്ടുള്ളത്? ഇവിടെ 1 2 3 വന്നു, ഇവിടെ 1 2 3 4 വന്നു, എക്സ്ട്രാ ഒരു 4 മാത്രമാണ് ആഡ് ചെയ്തത്. സോ ഇവിടെ 10 ആണ് വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ 15 വരും, അതായത് 10ൻ്റെ കൂടെ ഒരു 5ഉം കൂടെ വന്നു, 15 വരും. ഇവിടെ എന്താണ്? ഒരു 6ഉം കൂടെ എക്സ്ട്രാ വന്നു, അപ്പോൾ 21 വരും. ഇവിടെ എന്താണ്? ഒരു 7 എക്സ്ട്രാ വന്നു, സോ 28 വരും. ഇനി ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. 1 + 2 അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1 + 3 + 6 + 10 + 35 + 21 + 28. ക്ലിയർ? അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 35 ഇതെത്രയാണ്? ഇത് 15 അല്ല, ഇത് 15 ആണ്. സോ 35. സോ ടോട്ടൽ 56 + 28. 56 + 28 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 84 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ സീക്വൻസ് മനസ്സിലാക്കണം. അതായത് ഈ 1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 1 ഇപ്പുറം എഴുതി, അത്രയാണുള്ളത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 84 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് ഡിജിറ്റ്. ഇതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്, നമ്പർ ഓഫ് ഡിജിറ്റ്. അതായത് എന്താ? ഇപ്പോൾ നമ്മളൊരു ബുക്കിന് നമ്മൾ പേജ് നമ്പർ ഇടുന്നില്ലേ? നമ്മളൊരു പേജ് നമ്പർ ഇടാൻ ബുക്കിൽ നമ്മൾ ഓരോ പേജ് നമ്പർ ഇടുന്നു. അപ്പോൾ എന്താ? 1ാമത്തെ പേജിൽ 1 ഇട്ടു, 2ാമത്തെ പേജിൽ 2 ഇട്ടു, അങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് പോകുന്നു. അങ്ങനെ നമുക്കിപ്പോൾ 1 മുതൽ 9 വരെയുള്ള ഒരു പേജ് ഉണ്ട്, 9 പേജ് ഉണ്ട്. 9 പേജ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഡിജിറ്റ് യൂസ് ചെയ്യും? 1 മുതൽ 9 വരെ പേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ പേജിലും ഓരോ ഡിജിറ്റ് മാത്രമാണ്. സോ ടോട്ടൽ 9 ഡിജിറ്റാണ് ഉണ്ടാവുക. ഇനി അതല്ല, 1 മുതൽ 10, അതായത് 10 പേജസ്, നമുക്കൊരു ബുക്കിന് 10 പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഡിജിറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യും? എത്ര ഡിജിറ്റ് യൂസ് ചെയ്യും? അതായത് 1 മുതൽ 9 വരെ ഓരോ ഡിജിറ്റ്, ടോട്ടൽ 9 ഡിജിറ്റ്. പക്ഷേ 10 എന്ന നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഡിജിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, 1 0. സോ ടോട്ടൽ എത്ര ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യും? ഇവിടെ നമ്മൾ 11 ഡിജിറ്റാണ് യൂസ് ചെയ്യുക. ക്ലിയർ? ഇനി ഇതാ 1 മുതൽ നമ്മൾ 12 വരെ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് 1 മുതൽ 9 വരെ ആണെങ്കിൽ നമുക്ക് എത്ര ഡിജിറ്റാണ്? 9 ഡിജിറ്റ്. പിന്നെ 10 11 12 10 മുതൽ 12 വരെ ആ 3 നമ്പറിൽ എത്രയാണ്? 2 ഡിജിറ്റ് ഉണ്ട്. സോ ടോട്ടൽ അവിടെ 6 ഡിജിറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ 9 + 6 15 ഡിജിറ്റാണ് 1 to 12 വരെ നമ്മൾ ഒരു ബുക്കിന് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ആവശ്യം. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ്? 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് എത്രയാണ്? നമ്പർ ഇടാൻ 1 മുതൽ 9 വരെ ആണെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 9 ഡിജിറ്റാണ് ഉള്ളത്. ഇനി 10 മുതൽ 99 വരെ എത്ര ഡിജിറ്റ് ഉണ്ടാവും? 10 മുതൽ 99 വരെ എത്ര നമ്പർ ഉണ്ടാവും? നമുക്കറിയാം 11 മുതൽ 99 വരെ ആണെങ്കിൽ എത്ര നമ്പറാണ് ഉണ്ടാവുക? അതായത് 1 മുതൽ 100 വരെ 100 നമ്പറാണ് ഉള്ളത്. ഇനിയോ 1 മുതൽ 9 നമ്മൾ മാറ്റി വെച്ചു. ക്ലിയർ? 9 മാറ്റി 100 മാറ്റി. അപ്പോൾ ബാക്കി 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സാണുള്ളത്? ടോട്ടൽ 90 നമ്പേഴ്സാണുള്ളത്. ക്ലിയർ? 90 നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ 2 ഡിജിറ്റ് നമ്പറാണ്. 10 മുതൽ 99 വരെ 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ടാവും? 90 × 2 180 ഡിജിറ്റാണ് ഇവിടെ ഉണ്ടാവുക. ക്ലിയർ? അത് ഓക്കെയാണ്. ഇനി 100 മുതൽ 999 വരെ എത്ര ഡിജിറ്റ് ഉണ്ടാവും? അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 999 മുതൽ 100 മുതൽ 999 വരെ ടോട്ടൽ എത്രയാണ്? 900 നമ്പേഴ്സാണ് ഉള്ളത്. ക്ലിയർ?
900 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ ഇൻറ്റു 3 ചെയ്യുക. കാരണം ഓരോ ഡിജിറ്റിനും 100 എന്ന് പറഞ്ഞാൽ 100 3 ഡിജിറ്റാണുള്ളത്. സോ 900 ഇൻറ്റു 3 ചെയ്യുക. സോ എന്ത് കിട്ടും? 2700 ഡിജിറ്റാണ് ഇവിടെ വരിക. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ 1 മുതൽ 9 വരെ എത്രയാണ്? 9 ഡിജിറ്റാണുള്ളത്. ഇനി അതല്ല 1 മുതൽ 99 വരെ. അപ്പോൾ നമുക്കറിയാം 1 മുതൽ 9 വരെ എത്ര ഡിജിറ്റാണ്? 9 ഡിജിറ്റ്. പിന്നെ നമ്മൾ നേരത്തെ നോക്കി 10 മുതൽ 99 വരെ എത്രയാണ്? 90 × 2 ഈക്വൽ ടു എത്രയാണ്? 180. സോ 1 മുതൽ 99 വരെ എത്രയാണ്? ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 189 ഡിജിറ്റാണുള്ളത്. സോ അതാണ് നമ്മളിവിടെ സെക്കൻഡിൽ നോക്കിയത്. ക്ലിയർ? ഇനി നമ്മൾ നോക്കി 100 മുതൽ 999 വരെ എത്ര ഡിജിറ്റ് ഉണ്ട്? 27 എത്രയാണ്? 00 ഇത്ര ഡിജിറ്റാണുള്ളത്. ക്ലിയർ? അപ്പോൾ 1 മുതൽ 999 വരെ എത്ര ഡിജിറ്റ് ഉണ്ടാവും? ടോട്ടൽ ഇതൊക്കെ ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 189. സോ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 2889 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ 1 മുതൽ 999 വരെ ഇത്രയും ഡിജിറ്റാണ് കിട്ടുക. ഇനി 1 മുതൽ 9999 അതുവരെ എത്രയാണ്? ഇത്രയും ഡിജിറ്റാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രത്യേകത കാണുന്നത്? അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ 9 ഇട്ടു. പിന്നെ ഇവിടെ ഒരു 9 വരുമ്പോൾ നമ്മൾ 9 മാത്രം ഇടുക. അടുത്ത 2 9 വന്നു. 2 9 വരുമ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ടൈം 9 ഇടുക. പിന്നെ 2 9 ആയതുകൊണ്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 1 ഇടുക, ഒരു 8 ഇടുക. ഇനി 3 9 വന്നാൽ ഫസ്റ്റ് നമ്മൾ 2 ഇടുക, പിന്നെ 2 8 ഇടുക, പിന്നെ ഒരു 9 ഇടുക. 4 9 വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? 4 9 വന്നാൽ ആദ്യം 3 എഴുതുക, പിന്നെ 3 8 എഴുതുക, പിന്നെ ഒരു 9 ഇടുക. ഇനി 1 മുതൽ 9999 വരെ വന്നാൽ എത്രയാണ്? 5 9 വന്നു. സോ ആദ്യം നമ്മൾ 4 ഇടുക, പിന്നെ 4 8 ഇടുക, പിന്നെ ഒരു 9 ഇടുക. ഇത്രയും ഡിജിറ്റാണ് ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ആ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ഡിജിറ്റ് ആർ പ്രിൻറ്റഡ് വൈൽ റൈറ്റിംഗ് നമ്പേഴ്സ് ഫ്രം എത്രയാണ്? 1 to 50. 1 മുതൽ 50 വരെ എത്ര നമ്പേഴ്സ് നമുക്ക് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? 1 മുതൽ 50 വരെ. സോ നമുക്കറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 9 വരെ എത്രയാണ്? 9 ഡിജിറ്റാണ് ഉണ്ടാവുക. ക്ലിയർ? 1 മുതൽ 9 വരെ 9 ഡിജിറ്റാണുള്ളത്. ബാക്കി എത്രയാണ്? റിമൈനിങ് 10 മുതൽ 50 വരെ. 10 മുതൽ 50 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 10 മുതൽ 50 വരെ നമ്പേഴ്സ് എത്രയാണ്? എത്ര നമ്പർ ഉണ്ടാവും? 41 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ? 2 ഡിജിറ്റാണുള്ളത്. സോ ഇൻറ്റു 2 ചെയ്യുക. സോ 82 കിട്ടും. സോ ടോട്ടൽ എന്ന് പറയുന്നത് 91 നമ്പേഴ്സാണ് ഉള്ളത്. ക്ലിയർ? അത് സിമ്പിളാണ്. 91 നമ്പേഴ്സാണ് ഉള്ളത്. അടുത്തത് ഹൗ മെനി ഡിജിറ്റ് ആർ പ്രിൻറ്റഡ് വൈൽ റൈറ്റിംഗ് നമ്പേഴ്സ് ഫ്രം 1 to 500. അപ്പോൾ 500 വരെ ആണെങ്കിലോ? അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചു, നമ്മളിവിടെ പഠിച്ചു എന്താണ്? 1 മുതൽ 99 വരെ. 99 വരെ ആണെങ്കിൽ 189 ഡിജിറ്റാണുള്ളത്. സോ നമുക്കറിയാം 1 മുതൽ 99 വരെ ആണെങ്കിൽ 189 ഡിജിറ്റാണുള്ളത്. ക്ലിയർ? ബാക്കി എന്താ? അപ്പോൾ ഇതുവരെ നമുക്കെന്താ? 1 ഡിജിറ്റും 2 ഡിജിറ്റും അത് കംപ്ലീറ്റ് ആയി. 189 ഡിജിറ്റ് കിട്ടി. നെക്സ്റ്റ് എന്താ? 100 മുതൽ 500 വരെ നമ്മൾ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ടേം ഉണ്ടാവും? ടോട്ടൽ 500 ടേമാണുള്ളത്. അതിൽ നിന്ന് നമ്മൾ 99 ടേംസ് കണ്ടുപിടിച്ചു. ബാക്കിയുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ 401 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് എന്താണ്? 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 3 ചെയ്യുന്നു. ക്ലിയർ? ഇൻറ്റു 3 ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 401 ഇൻറ്റു 3. 401 ഇൻറ്റു 3 ചെയ്താൽ എത്രയാണ് കിട്ടുക? 1203 ആണെന്ന് കിട്ടും. ക്ലിയർ? 1203. അതായത് 1 മുതൽ 99 വരെ 189, 100 മുതൽ 500 വരെ 1203 കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 1 മുതൽ 500 വരെയുള്ള ഡിജിറ്റ് കിട്ടും. എത്ര കിട്ടും? അതായത് 2931 ഇത്രയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബുക്ക് കണ്ടെയ്നിങ്, അതായത് ഒരു ബുക്കിന് എത്ര പേജ് ഉണ്ട്? 1 മുതൽ 300 വരെയാണ് പേജ്.
ഹൗ മെനി ഡിജിറ്റ് ആർ യൂസ്ഡ് ഇൻ പ്രിൻറ്റിംഗ് പേജ് നമ്പർ. അപ്പോൾ ഈ 1 മുതൽ 300 വരെയുള്ള പേജസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിജിറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് 1 മുതൽ 9 വരെ 9 ആണെന്നറിയാം. അതുപോലെ 10 മുതൽ 99 വരെ 180 ആണെന്നറിയാം. അല്ലെങ്കിൽ നമുക്ക് എന്തറിയാം 1 മുതൽ 99 വരെ നമുക്കറിയാം 189 ആണെന്ന് നമുക്കറിയാം. ഇനി ബാക്കിയുള്ള ഡിജിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 100 മുതൽ 300 വരെ എത്ര ഡിജിറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എത്രയാണുള്ളത് 100 മുതൽ 300 വരെ എത്രയുണ്ട്, അതായത് 101 മുതൽ 300 വരെയാണ് നമുക്ക് എത്ര 200 ഡിജിറ്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ 100 ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് നമുക്ക് 201 ഡിജിറ്റ് ഉണ്ടാവും. ഇൻറ്റു അത് 3 ഡിജിറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 3 ചെയ്യുക. സോ എന്ത് കിട്ടും 603 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 189 ആണ് പ്ലസ് 603 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 792 ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ 792 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 2019 ചോദിച്ച CSAT ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ പ്രിൻ്റർ numbers the page of a book starting with 1 and uses 3089 digit in all. How many pages does the books have? So ഇവിടെ എന്താണ് ടോട്ടൽ ആയിട്ടുള്ള എത്രയാണ് 3089 ഡിജിറ്റ് ആണുള്ളത്. 1 മുതൽ നമ്പർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഓൾറെഡി അറിയുന്നതാണ് 1 മുതൽ 999 വരെ എത്ര ഡിജിറ്റ് ഉണ്ടാവും. 3 9 ആണുള്ളത്. സോ ആദ്യം നമ്മൾ 2 എഴുതുന്നു, പിന്നെ 2 8 ഇടുന്നു, പിന്നെ ഒരു 9 കൂടി ഇടുന്നു. ക്ലിയർ? ഇത്രയും ഡിജിറ്റാണ് 1 മുതൽ 999 വരെ ഉള്ളത്. പക്ഷേ നമുക്കിവിടെ എത്രയാണ് ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 3089 ഡിജിറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ 1 മുതൽ 999 പേജ് വരെ ആകുമ്പോൾ എത്രയുണ്ട് 2089 ആണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഉള്ളത് 3089 ആണ്. അപ്പോൾ 3089 എന്ന് ഇത് മൈനസ് ചെയ്യാം. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്രയാണ് കിട്ടുക, നമുക്ക് 200 ആണെന്ന് കിട്ടും. 200 കിട്ടും. അപ്പോൾ എന്താ 999 ഉണ്ട്, പിന്നെ ഒരു 200 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 999 കഴിഞ്ഞാൽ ബാക്കി എത്ര ഡിജിറ്റാണുള്ളത്, ഈ 4 ഡിജിറ്റാണുള്ളത്. 1000 അല്ലേ, 1000 മുതൽ അങ്ങോട്ട് 4 ഡിജിറ്റാണുള്ളത്. ടോട്ടൽ 200 ഡിജിറ്റ് ഉണ്ട്. സോ 200 ഡിവൈഡ് ബൈ 4. സോ എത്രയാണ്, ഇനി ഒരു 50 ഡിജിറ്റും കൂടെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ആ 50 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ 1049 ആണ് കിട്ടുക. ക്ലിയർ? 1049 ആണ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ? അത് മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നമുക്കറിയാം 1 മുതൽ 999 വരെ 2889 ആണുള്ളത്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള എന്താ 3089 ആണ്. സോ അതിന് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു 200 ഡിജിറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. 999 കഴിഞ്ഞിട്ട് ഒരു 200 ഡിജിറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ 999 കഴിഞ്ഞാൽ എത്രയാണ് 4 ഡിജിറ്റ് നമ്പേഴ്സാണ്. സോ 200/4 ചെയ്താൽ ഒരു 50 ഡിജിറ്റും കൂടെ 50 നമ്പേഴ്സും കൂടെ വരും. സോ ടോട്ടൽ 1049 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ ആണ്, 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ 489th ഡിജിറ്റ് ഇൻ ദ നമ്പർ. അപ്പോൾ ഇതിലെ 489th ഡിജിറ്റ് ആണ് ചോദിക്കുന്നത്. സോ എന്താണ് ഇവിടെ നോക്കുന്നത്, നമുക്കറിയാം ആദ്യത്തെ എത്രയാ 489th ഡിജിറ്റ് ആണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം 1 മുതൽ 99 വരെ എത്ര ഡിജിറ്റ് ഉണ്ടാവും, 189 ഡിജിറ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 10 വന്നുകൊണ്ട് ഫസ്റ്റ് 1 ഇടുക, പിന്നെ 8 ഇടുക, 9 ഇടുക. ഇനി ഇവിടെ ചോദിച്ചെന്താ 489 ഡിജിറ്റ് ആണുള്ളത്. സോ 489 ഡിജിറ്റ് ആണുള്ളത്. 489 നമുക്കിവിടെ അറിയാം 1 മുതൽ 99 വരെ 189 ഡിജിറ്റ്. റിമൈനിങ് എത്ര ഡിജിറ്റ് ബാക്കിയുണ്ട്, അപ്പോൾ മൈനസ് ചെയ്യുക. റിമൈനിങ് എത്രയാ 300 ഡിജിറ്റ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, റിമൈനിങ് 300 ഡിജിറ്റ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി റിമൈനിങ് 300 ഡിജിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ 99 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എന്താണ് 3 ഡിജിറ്റ് നമ്പറാണ്. റിമൈനിങ് 300 ഡിജിറ്റ് ഉണ്ട്, അതൊക്കെ 3 ഡിജിറ്റ് നമ്പറാണ്. സോ 300/3 നമ്മൾ 3 ചെയ്യുന്നു. അപ്പോൾ റിമൈനിങ് നമുക്കൊരു 100 ഡിജിറ്റും കൂടെ ബാക്കിയുണ്ട്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ 99 ആണ് ആയത്. റിമൈനിങ് ഒരു 100 ഡിജിറ്റും കൂടെ ആയാൽ എത്രയാണുള്ളത് 199 ഡിജിറ്റാണുള്ളത്. 199 ഡിജിറ്റാണുള്ളത്. ക്ലിയർ? അപ്പോൾ എന്താണ് ഇപ്പോൾ ഫസ്റ്റ് ടേം, അതായത് 1 മുതൽ 99 ആണെങ്കിൽ 189, 1 മുതൽ 1 to 199th ഡിജിറ്റ് വരെ ആണെങ്കിൽ എത്രയാണ് 489 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടേം എന്തായിരിക്കും 199. അപ്പോൾ അതിൽ 9 ആണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ളത്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ
ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫൈവ്സ് യൂസ്ഡ് ഇൻ ദ നമ്പറിംഗ് എ 260 പേജ് ബുക്ക്. അപ്പോൾ ഇവിടെ എത്ര 5 ആണ് യൂസ് ചെയ്തത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എത്ര 5 യൂസ് ചെയ്തു? സോ ഇവിടെ നോക്കിയാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? 1 മുതൽ 100 വരെ എത്ര 5 ഉണ്ടാവും? അതായത് നമ്മൾ ഡിജിറ്റ് പക്ഷേ നമ്മൾ 5, 15 ഇതൊക്കെ നമ്മൾ 5 യൂസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെ എത്ര യൂണിറ്റ് പ്ലേസിൽ മാത്രം എത്ര 5 ഉണ്ടാവും? അതായത് 5 ഉണ്ട്, 15 ഉണ്ട്, അങ്ങനെ 100 വരെ ആണെങ്കിൽ 95 വരെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര 5 ഉണ്ടാവും? 10 ടൈംസ് 5 ഉണ്ടാവും. ക്ലിയർ? 5, 15, 25 അങ്ങനെ 10 ടൈംസ് 5 ഡിജിറ്റ് വരും. ഇനി അതല്ല 10th പ്ലേസിലാണെങ്കിൽ അതായത് 50, 51 അങ്ങനെ പോകും. അങ്ങനെ 10th പ്ലേസിൽ മാത്രമാണെങ്കിൽ എത്ര ടൈംസ് ഉണ്ടാവും? 10 ടൈംസ് ഉണ്ടാവും. ക്ലിയർ? 10 ടൈംസ് ഉണ്ടാവും. അതായത് 55ൽ ഇവിടെ ഒരു 5 നമ്മൾ ഇവിടെ കൂട്ടി, ഇവിടെ ഓൾറെഡി ഈ 5 സെക്കൻഡ് 5 യൂണിറ്റ് പ്ലേസിലുള്ള 5 നമ്മൾ മേലെ കൂട്ടി. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 5 ഉള്ളത് 10 ആണ്, 10th പ്ലേസിൽ 5 ഉള്ളതും 10 ആണ്. ക്ലിയർ? അപ്പോൾ അത്രയാണ് നമുക്ക് 100 വരെയുള്ളത്. എത്ര കിട്ടി? 10. ഇനി 101 മുതൽ 200 വരെ എത്രയുണ്ടാവും? സെയിം ആയിരിക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും. 10 യൂണിറ്റ് പ്ലേസിലും 10 10th പ്ലേസിലും. ക്ലിയർ? അപ്പോൾ 200 വരെ കിട്ടി. നമ്മളോട് ചോദിച്ചത് 260 വരെയാണ് ചോദിച്ചത്. സോ 201 മുതൽ 260 വരെ എത്ര 5s ഉണ്ടാവും യൂണിറ്റ് പ്ലേസിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് 205, 215 അങ്ങനെ പോയിട്ട് 255 വരെ ഉണ്ട്. സോ ഇവിടെ എത്ര 5 ഉണ്ട്? നമുക്ക് യൂണിറ്റ് പ്ലേസിൽ മാത്രമാണ്, നമ്മൾ 10th പ്ലേസിൽ നോക്കുന്നില്ല. യൂണിറ്റ് പ്ലേസിലാണെങ്കിൽ മാത്രം നമുക്ക് എത്ര 5 ഉണ്ട്? 5 മുതൽ 55 വരെ എത്രയാ? 6 5 ആണുള്ളത്. ഇനി 10th പ്ലേസിലാണെങ്കിൽ എത്രയാണ്? 250 മുതൽ എത്രയാണ്? 59 വരെ. 259 വരെ എത്ര 5 ഉണ്ട്? അവിടെ നമുക്ക് 10 5 ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്ര 5 വരും? ഇവിടെ 20 ആകുമ്പോൾ 40, പിന്നെ ഒരു 10 50. സോ 56 5s ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് 56 5s ആണ് വരിക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഡസ് ദ ഡിജിറ്റ് 4 അപ്പിയേഴ്സ് വെൻ യു കൗണ്ട് ബിറ്റ്വീൻ 100 to 1000? 100 to 1000 കൗണ്ട് ചെയ്യുമ്പോൾ എത്ര 4s ആണ് നമുക്ക് അവിടെ വരിക? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, അതായത് 100 മുതൽ 1000 വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ എത്ര ടൈംസ് നമുക്ക് 4 വരും? 4 എത്ര ടൈംസ് വരും? അതായത് നമ്മൾ 100 മുതൽ 199 വരെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 104 ഉണ്ട്, 114 ഉണ്ട്. അങ്ങനെ യൂണിറ്റ് പ്ലേസിൽ മാത്രം നമുക്ക് 10 ടൈം 4 വരും. ഇനി അതല്ല 10th പ്ലേസിൽ, അതായത് 140 മുതൽ 149 വരെ എത്രയാ? 10 ടൈംസ് നമുക്ക് 4 വരും. സോ ടോട്ടൽ 20 ടൈംസ് വരും. അതെന്താണ്? 100 മുതൽ 199 വരെ. ഇനി 200 മുതൽ 299 വരെ ഉണ്ട്. അങ്ങനെ എത്ര വരെ പോകും? 800 മുതൽ എത്രയാണ്? 900 മുതൽ 999 വരെ പോകും. സോ ഇവിടെ 20 അങ്ങനെ എത്ര ടൈംസ്? 20 ടൈംസ് ഉണ്ട്. അതായത് 20 × 9 ടൈംസ് ആണ് വരിക. ക്ലിയർ? അതായത് ഇത്രയും ടേമിൽ 20 ടൈംസ് 4 ഉണ്ട്. 100 മുതൽ 900 വരെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ 20 ഉണ്ട്. സോ 20 × 9 അപ്പോൾ എത്ര കിട്ടുക? 20 × 9 180 ടൈംസ് 4 ഇവിടെ കിട്ടി നമുക്ക്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 400 മുതൽ 499 വരെ എത്ര 4 ഉണ്ടാവും? 400 മുതൽ 499 വരെ എത്ര 4 ഉണ്ടാവും? അതായത് 10th പ്ലേസ് 100th പ്ലേസിൽ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. എത്ര 4 ഉണ്ടാവും? 100 ടൈംസ് 4 ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ആ 4ഉം ഇതിൻ്റെ കൂടെ കൂട്ടാം, പ്ലസ് 100ഉം കൂടെ കൂട്ടാം. സോ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 280 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 280 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് 280. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പർ, അതായത് ഓരോ പേജിൻ്റെയും നമ്പർ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.